രാവിലെ 9:30-ക്ക് മാത്രം നട തുറക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കാണ്. പാലക്കാട് ധോണിയിലുള്ള ശ്രീ ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രം. ശിവക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ടെങ്കിലും ഭഗവതിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണീയത ഈ ശാന്തമായ ഈ ക്ഷേത്ര അന്തരീക്ഷമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ രാവിലെ 9:30-ക്ക് നട തുറക്കുന്നതെന്ന് നമ്മൾ ഇവിടുത്തെ മേൽശാന്തിയോട് ചോദിച്ചു. അപ്പോൾ സാധാരണ പോലെ ഒരു ഐതിഹ്യ കഥ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചാണ് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം അതിന് തികച്ചും പ്രായോഗികമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഏതാണ്ട് 80 വർഷം മുൻപ് ഇവിടെ മേൽശാന്തിയായിട്ട് വരുമ്പോൾ ഇവിടുത്തെ സമയക്രമം ഇതുതന്നെയാണ്. അതിന് കാരണം ഇത് പൊതുവെ വിജനമായ ആൾതാമസമില്ലാത്തൊരു പ്രദേശമായിരുന്നു അന്ന്. ഇപ്പോഴും ഇവിടെ ഈ പ്രദേശത്ത് അധികം ആൾതാമസമൊന്നുമില്ല. അപ്പം ആളുകളൊക്കെ എഴുന്നേറ്റ് ഇവിടെ എത്തിപ്പെടുമ്പോഴത്തേക്കും ഈ സമയമൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു സമയക്രമം വരാനായിട്ടുള്ള കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ മറ്റ് പല ക്ഷേത്രങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഐതിഹ്യങ്ങൾക്ക് പിന്നിലും ഇങ്ങനെയുള്ള ചില പ്രായോഗികമായ കാരണങ്ങളുണ്ടാകാം. അതുകൊണ്ട് ഇവിടെ ഏതാണ്ട് 9:30 മുതൽ 12:30 വരെയാണ് പൂജാസമയം. അതായത് ഈ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച ഭഗവതിക്ക് തൻ്റെ ദൗത്യത്തിന് ശേഷവും കലി അടങ്ങിയില്ല എന്നും അപ്പോൾ പരമശിവൻ ഭഗവതിയെ ചേറിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നും അതോടെ ഭഗവതി അവിടെ സ്വയംഭൂ ആയി എന്നുമാണ് ക്ഷേത്രോൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം. പാലക്കാട് രാജാവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പഴയകാല പ്രൗഢിയിലേക്കും കാലപ്പഴക്കത്തിലേക്കുമൊക്കെ വിരൽ ചൂണ്ടുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ശക്തമായ ഈ കരിങ്കൽ ഭിത്തികൾ. പാലക്കാട് നഗരത്തിൽ നിന്നും ഏതാണ്ട് 9 കിലോമീറ്ററോളം ദൂരെയായി ധോണി മലനിരകളുടെ താഴ്വാരത്തിലാണ് മനോഹരമായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.